നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോണത് ജിയോഗസർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഗെയിമാണ്. ബേസിക്കലി ഇത് ഒരു ഫോട്ടോ ഒരു കാണിക്കും, അത് ഏത് സ്ഥലത്തേണെന്ന് മാപ്പിൽ പോയിന്റ് ഔട്ട് ചെയ്യണം. ബേസിക്കലി അതാണ് ഗെയിം. ഇതൊക്കെ കുറച്ചും കൂടി ഫേമസ് ആണ് ഈ ഗെയിം. ഇന്ത്യയിലും കേരളത്തിലും ഞാൻ അങ്ങനെ ആരും കണ്ടിട്ടില്ല, യൂട്യൂബേഴ്സ് ആരും ചെയ്യണത് ഞാൻ കണ്ടിട്ടില്ല. എടുത്തിരിക്കുന്നത് ഓപ്പൺ ഗസർ എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. വേറൊരു സൈറ്റും കൂടി ഉണ്ട്. ഒരു ബിഗിനർ എന്നുള്ള ലെവലിൽ നമുക്കിത് നോക്കാം. അപ്പോൾ ഇതൊരു ഡെസേർട്ടാണ്. ഇത് ഈ വെളി പ്രദേശം കണ്ടിട്ട് ഏത് സ്ഥലമാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എവിടെയെങ്കിലും എന്തെങ്കിലും ബോർഡുകളൊക്കെ സൈൻ ഉണ്ടോ അതൊക്കെ നോക്കാം. എന്നിട്ട് വായിച്ച് നോക്കിയിട്ടേ ഇംഗ്ലീഷാണോ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഈ സൈൻ വരാണെങ്കിൽ പാസ് ഗാർഡിൻ ടു ഏരിയ മോണിറ്റോറോഡ റൂറൽ. സ്പാനിഷ് പോലെയാണ് തോന്നുന്നത്, സ്പാനിഷ് കണ്ടിട്ട്. എനിക്ക് തോന്നുന്നു അവിടേക്ക് പോയി കഴിഞ്ഞാലൊന്നും വേറെ സൈൻസ് ഒന്നും കാണാൻ പറ്റത്തില്ല. സ്പാനിഷ് മെക്സിക്കോ കൊടുത്തു നോക്കാം. മെയിനായിരിക്കും എന്തായാലും. പിന്നെ മെക്സിക്കോ, പിന്നെ ഈ ഇത്രയും സ്ഥലങ്ങളിലാണ് സ്പാനിഷ് ആയിട്ട് ഇതിൽ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഈ വെളിമ്പ്രദേശമൊക്കെ കണ്ടിട്ട് മെക്സിക്കോ ആണെന്നാണ് തോന്നുന്നത്. പക്ഷെ വേറെ എന്തെങ്കിലും പെറു ആയിരിക്കാം എന്തായാലും ആയിരിക്കാം. പക്ഷെ നമ്മൾ മെക്സിക്കോണ് കൊടുക്കണം, അത് വെളിമ്പ്രദേശം കൊടുക്കാം. ഓക്കെ, ബ്രസീലായിരുന്നു അത് ഞാൻ പറഞ്ഞത്. സ്പാനിഷ് സംസാരിക്കണ ഒരു രാജ്യമാണ്, അല്ലെങ്കിൽ സ്പാനിഷിനായിട്ട് റിലേറ്റഡ് ആയിട്ട് ഒരു രാജ്യമായിരുന്നു അത്. ഓക്കെ, നമുക്ക് ഒരു പ്രാവശ്യം കൂടി വേറൊരെണ്ണം കൂടി ട്രൈ ചെയ്യാം. യൂറോപ്പ്. അല്ലെങ്കിൽ സൈൻ ബോർഡൊക്കെ കണ്ടിട്ട് ആ രീതിയിൽ കണ്ടുപിടിക്കാന്നുള്ളൊരു എയിമാണ് എനിക്ക്. അപ്പം നമുക്കിത് ഈ ഭൂപ്രദേശങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇത് യൂറോപ്പ് പോലെയാണ് തോന്നുന്നത്. പായത്തിന് ഇവിടെ ഒരു സൈനും കാണാൻ പറ്റുള്ളത്. അവിടെ ഒരു സൈൻ ഉണ്ടായിരുന്നല്ലോ, പെഡസ്ട്രിയൻ സൈക്കിളുകാരന് വേണ്ടിയിട്ടുള്ളത് വഴിയാ. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ ഗെയിമിൽ ലേ പെറ്റീറ്റ് ഗുറ. ഇത് ലേ, ഈ ഭാഷ ഇറ്റലി അല്ലേ, ഫ്രഞ്ച് ആണോ? ഇറ്റലി കൊടുത്തോക്കാം. ഇറ്റാലിയൻ ആണെന്ന് തോന്നുന്നുണ്ട്. മേപ്പിൾസ് കൊടുത്തേക്കല്ലോ, ഫ്രാൻസ് ആയിരുന്നു അത്. ഓക്കെ, യൂറോപ്പാണെന്ന് കോണ്ടിനെന്റ് കറക്റ്റ് ആക്കി, രാജ്യം തെറ്റിപ്പോയി, ഫ്രഞ്ച് ആയിരുന്നു അത്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് അടുത്തതിൽ പഠിക്കാം. അടുത്തിൽ നമ്മൾ സെയിം കൺട്രി എങ്കിലും കറക്റ്റ് ആക്കാനുള്ള ശ്രമം ഉണ്ടാ. ഇത് കോളച്ച് ഈ വെളിമ്പ്രദേശം കണ്ടിട്ട് എങ്ങനെ കണ്ടുപിടിക്കാനാണ്? മോനെ, ഇന്ത്യയാണോ അത്? വണ്ടി അങ്ങനെ ഉണ്ടല്ലോ. നോ, അല്ല, ഇന്ത്യ അല്ല, ആഫ്രിക്ക ആയിരിക്കാം. ഇവിടെ സൈൻ ബോർഡ് ഉണ്ടാകും, നോക്കാം. ക്വാളിറ്റി ഇല്ലല്ലോ സൈൻ ബോർഡിന്. ഇന്ത്യ അല്ല, ഇന്ത്യയിൽ ഇങ്ങനെ വണ്ടികൾ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇന്ത്യ പോലെ ഉണ്ട്, മറ്റേ നോർത്ത് ഇന്ത്യ പോലെയൊക്കെ ഉണ്ട്, നോർത്ത് ഇന്ത്യ ഹൈവേസ് ഒക്കെ പോലെ ഉണ്ട്. ഇന്ത്യ അല്ല, ഇന്ത്യയിൽ എന്തായാലും ഇങ്ങനത്തെ വണ്ടികളില്ല. ട്രക്ക് മോഡല് വളരെ ചുരുക്കമാണത്. പിന്നെ ഈ മെലിഞ്ഞിട്ടുള്ളൊരു ആൾക്കാരാണ്, കറുത്തവർഗക്കാരാണ്, പക്ഷെ മെലിഞ്ഞിട്ടാണ്. അപ്പോൾ അതെ, കറുത്തവർഗക്കാരാണ്, ആഫ്രിക്കയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും അൺഡെവലപ്ഡ് ആയിട്ടുള്ള ആഫ്രിക്ക മിക്ക കൺട്രീസാണ് ഇവിടെ അൺഡെവലപ്ഡ് അല്ല. ഓക്കെ, നമുക്കിപ്പോൾ ഇത് ഇനി കൂടുതൽ പോയി കഴിഞ്ഞാൽ എനിക്ക് തോന്നണില്ല കൂടുതൽ ക്ലൂസ് കിട്ടുന്ന ഏത് രാജ്യമാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ കാലാവസ്ഥ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പച്ചപ്പുള്ളൊരു ആഫ്രിക്കയാണ്. അപ്പോൾ ഈ സൗത്ത് സുഡാൻ, എത്യോപ്യ, സാംബിയ, നൈജീരിയ. ഓക്കെ, നിങ്ങളിത് മുഴുവൻ കണ്ടിട്ടുണ്ടെങ്കിൽ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമ്മൾ ഇനിയും ഇതേപോലത്തെ ഗെയിംസും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വരും.